ഹായ്, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മൈൽസ് ആൻഡ് മൺസൂണിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മധുരയിലാണ്. ഇവിടെ മധുര മീനാക്ഷി ക്ഷേത്രം നമുക്ക് കാണാൻ പോകാനുണ്ട്. പിന്നെ ഇവിടെ മധുരയിൽ മാത്രം കിട്ടുന്ന ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ മധുരയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. നമ്മൾ ഇവിടുന്ന് ആദ്യം പോകുന്നത് ഒരു കൊട്ടാരം കാണാൻ വേണ്ടിയിട്ടാണ്. പലർക്കും അറിയില്ല മധുരയിൽ ഇങ്ങനെ ഒരു കൊട്ടാരം ഉണ്ട് എന്ന്. നമ്മളിപ്പം കാണാൻ പോകുന്ന കൊട്ടാരത്തിന്റെ പേരാണ് തിരുമല നായ്ക്കർ മഹൽ. ഇതാണ് ആ ഒരു കൊട്ടാരം. ഇവിടെ മധുര മീനാക്ഷി ക്ഷേത്രത്തിന് ഏകദേശം 2 കിലോമീറ്റർ മാത്രം അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കൊട്ടാരാണിത്. അങ്ങനെ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 10 രൂപയാണ് ഈ ഒരു കൊട്ടാരം കാണാൻ നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഈ ഒരു കൊട്ടാരത്തിന്റെ കവാടം തന്നെ കണ്ടോ എന്ത് വലുപ്പാണ് എന്ന്. ഈ വലിയൊരു വാതിൽ കടന്നിട്ട് വേണം നമുക്ക് അകത്തോട്ട് പോകാൻ. 1623 മുതൽ 1659 വരെ മധുര ഭരിച്ചിരുന്ന മധുര നായിക് രാജവംശമുണ്ട്. ആ ഒരു രാജവംശത്തിലെ രാജാവായിരുന്ന തിരുമല നായ്ക്കറാണ് 1636 ഈ ഒരു കൊട്ടാരം നിർമ്മിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു കൊട്ടാരത്തിന് തിരുമല നായ്ക്കർ മഹൽ എന്ന് പേര് വന്നത്. മധുര നായിക് രാജവംശത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജാവായിരുന്നു ഈ തിരുമല നായ്ക്കർ എന്ന് പറയുന്നത്. അദ്ദേഹം ഈ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നേ തന്നെ പോർച്ചുഗീസുകാരായിട്ടും ഡച്ചുകാരായിട്ടും ഫ്രഞ്ചുകാരായിട്ടും ഒക്കെ ആദ്യകാലങ്ങളിൽ കച്ചവടത്തിലൊക്കെ ഏർപ്പെട്ടിരുന്നു. പിന്നീട് അവരുമായിട്ടൊക്കെ തെറ്റുകയും യുദ്ധം ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. ആ കാലഘട്ടങ്ങളിലൊക്കെ ഈ കൊട്ടാരത്തിന് പല രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് ബ്രിട്ടീഷുകാർ ഏറ്റെടുത്ത സമയത്ത് ഈ ഒരു കൊട്ടാരം അവരവരുടെ ആയുധശാലയായിട്ടും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചു. അവസാന കാലത്ത് ബ്രിട്ടീഷുകാരൊക്കെ പോയ ശേഷം ഈ ഒരു കൊട്ടാരം കോടതിയായിട്ട് പോലും ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റൊക്കെ വന്ന ശേഷം കുറേ കാലം ഈ ഒരു കൊട്ടാരം കോടതി സമുച്ചയമായിരുന്നു. ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചത് ഇറ്റാലിയൻ ശൈലിയിലാണെന്ന് വാദിക്കുന്നവരുണ്ട്. അതല്ല, ഒരു ഇറ്റാലിയൻ ദ്രാവിഡ ശൈലിയാണ് ഈ ഒരു കൊട്ടാരത്തിൻ്റെ നിർമ്മിതി എന്ന് പറയുന്നവരുണ്ട്. എന്തുതന്നെയായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത് ഇത് രണ്ടുമല്ല, ഇന്തോ ഇസ്ലാമിക് പേർഷ്യൻ രീതി സംയോജിപ്പിച്ചുകൊണ്ട് ഒരു വിജയനഗര ശൈലിയിലാണ് ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചത് എന്നുള്ള വാദത്തിനാണ് കൂടുതൽ ശക്തിയുള്ളത്. എന്ത് തന്നെ ആയാലും കാണാൻ അതിമനോഹരമായിട്ടുള്ളൊരു കൊട്ടാരമാണിത്. ഈ കൊട്ടാരത്തിൻ്റെ ചുമരുകൾക്കൊക്കെ ഈ ഒരു തിളക്കം വന്നത് ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് നമ്മുടെ ചുണ്ണാമ്പില്ലേ, ചുണ്ണാമ്പ് മുട്ടയുടെ വെള്ളയിൽ ചേർത്തിട്ട് അങ്ങനെയാണത്ര ഈ തൂണുകൾക്കും ഈ ചുമരുകൾക്കൊക്കെ ഇത്ര മിനുസവും ഭംഗിയും ഒക്കെ വന്നത്. ഒരു പ്രത്യേക ശൈലിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചുണ്ണാമ്പും മുട്ടയുടെ വെള്ളയൊക്കെ ചേർത്തിട്ടുള്ള ഒരു രീതിയെ പറ്റി കേൾക്കുന്നത്. അപ്പോൾ വളരെ കൗതുകവും തോന്നി. അത്രയ്ക്ക് മനോഹരമാണ് ഈ ഒരു നിർമ്മിതി എന്ന് പറയുന്നത്. ഞാൻ കൊട്ടാരങ്ങൾ കുറേ പോയി കണ്ടിട്ടുണ്ട്, പക്ഷേ ഇവിടുത്തെ ഒരു രീതി തികച്ചും വ്യത്യസ്തമാണ്. അത്രയ്ക്ക് മനോഹരമാണ്. നമ്മളിങ്ങനെ വന്ന് കാണണം. ഈ ഒരു ഭംഗി ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ മധുരയിൽ വരുമ്പം അധിക പേർക്കും അറിയില്ല മധുരയിൽ ഇത്ര മനോഹരമായ ഒരു കൊട്ടാരമുള്ള കാര്യം. നമ്മൾ മധുരയിൽ വരുമ്പോൾ മധുര മീനാക്ഷി ക്ഷേത്രം കാണും, അതുപോലെ തന്നെ ഇവിടുത്തെ ജിഗർദണ്ഡ കഴിച്ചിട്ട് പോകും. അതൊന്നുമല്ല, അതിനേക്കാൾ മനോഹരമാണ് ഈ ഒരു കാഴ്ചകളൊക്കെ. പിന്നെ മറ്റൊരു പ്രത്യേകത, 40,000 ചതുരശ്ര അടി വലുപ്പമുള്ളൊരു നടുമുറ്റം ഈ ഒരു കൊട്ടാരത്തിനുണ്ട്. ആ ഒരു വലിയ നടുമുറ്റത്തിന് ചുറ്റും വലിയ തൂണുകളും ആ തൂണുകൾക്ക് മുകളിൽ മൊത്തം പ്രത്യേക രീതിയിൽ കൊത്തിവെച്ച ഒരുപാട് ഭംഗിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ നടുമുറ്റത്ത് ഇങ്ങനെ വന്ന് നമ്മളൊന്ന് 360 ഡിഗ്രിയിൽ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭംഗി കാണാൻ വേണ്ടി പറ്റും. എന്ത് രസമാണെന്ന് നമ്മളിവിടെ വന്നിത് കാണണം. ഞാനിത് പകർത്തുന്ന സമയത്ത് പോലും നിങ്ങൾ ഈ ഒരു ക്യാമറയിൽ കാണുന്നതിനേക്കാൾ മനോഹരമാണ് ഈ ഒരു കൊട്ടാരം. ഇപ്പം സമയം ഉച്ചയായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇവിടുന്ന് നല്ലൊരു ഭക്ഷണം കഴിക്കണം. ഒരു തമിഴ് സ്റ്റൈലിലുള്ള ഒരു തമിഴ് താലി കിട്ടുമെന്ന് ഞാൻ ഈ ഡ്രൈവർ ചേട്ടനോട് ചോദിച്ചപ്പോൾ പുള്ളി ഒരു സ്ഥലം പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. പോകുന്ന വഴിയിൽ കണ്ടതാണ്, ഒരു ചെറിയ മാർക്കറ്റാന്ന് തോന്നുന്നു. ഒരുപാട് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു തിരക്കും ഉണ്ട് ഇവിടെ. വണ്ടികളിൽ നിന്നിട്ട് പച്ചക്കറി വാങ്ങിച്ചു പോകുന്നവരാ കൂടുതലും. ഉച്ച സമയത്ത് പോലും ഈ ഒരു തിരക്കുണ്ട്. അപ്പം വൈകുന്നേരങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള മാർക്കറ്റുകളൊക്കെ നല്ല ആളുണ്ടാവാനാണ് സാധ്യത. നട്ടുച്ചയാണ്, നല്ല വെയിലാണ്, നല്ല ചൂടാണ്. ഇതാണ് ആ ഒരു ചേട്ടൻ പറഞ്ഞ ഹോട്ടൽ. ഇവിടെയാണ് നല്ലൊരു ഭക്ഷണം കിട്ടുക എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് എന്ന്. പുള്ളി സജസ്റ്റ് ചെയ്ത് തന്നെയാണ് നല്ല തമിഴ് താലി ഇവിടെ കിട്ടുമെന്നാണ് പുള്ളി പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ഭക്ഷണം വന്നു. നമ്മൾ ആദ്യം ടോക്കൺ എടുക്കണം. 160 രൂപയാണ് ഈ ഒരു ചോറിന് വരുന്നത്. നമുക്കിനി ഈ ഒരു ചോറ് കഴിച്ചു നോക്കാം. നിങ്ങളിത് കണ്ടോ, ഇത് നമ്മുടെ പച്ചക്കായി ഉണക്കി അതിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു മസാലക്കറിയാണ്. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ അവിടുന്ന് ചോറ് കഴിച്ച ശേഷം നേരെ വന്നത് മധുരയുടെ സ്വന്തമായിട്ടുള്ള ജിഗർദണ്ഡ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. മധുരയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജിഗർദണ്ഡ കിട്ടുന്നത് ഈ ഒരു ഷോപ്പിലാണ്. നിങ്ങൾ മധുരയിൽ വന്നാൽ മസ്റ്റ് ട്രൈ ആണ്. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു സാധനമാണ് ഈ ഒരു ജിഗർദണ്ഡ എന്ന് പറയുന്നത്. ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കിട്ടിയിട്ടുണ്ട്. ഇതിന് 80 രൂപയാണ് ഒരു ഗ്ലാസ്സിന് വരുന്നത്.
അങ്ങനെ അവിടുന്ന് ജിഗർദന്തയൊക്കെ കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. മധുരയിൽ ഒരുപാട് സ്ഥലത്ത് നിങ്ങൾക്ക് ജിഗർദന്ത കിട്ടും. പക്ഷേ അതാണ് മധുരയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജിഗർദന്ത കിട്ടുന്ന ഒരു സ്പോട്ടാണത്. ഞാനിന്ന് ഫുഡ് കഴിച്ച എല്ലാ ലൊക്കേഷൻ്റെയും ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് മധുരയിൽ വരുന്ന സമയത്ത് അത് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി. ഇനി കുറച്ച് റെസ്റ്റ് ചെയ്യാം. നല്ല ചൂടാണ് ഇവിടെ പുറത്ത്. അവിടെ കനത്ത മഴ, ഇവിടെ കനത്ത ചൂട്. ഇനി വൈകുന്നേരം നമുക്ക് പുറത്തോട്ടിറങ്ങാം. എന്നിട്ട് ഇവിടെ അടുത്ത് ഒരു സ്ഥലം വരെ പോകണം. അവിടെ പോയിട്ട് ആ സ്ഥലം നമുക്ക് കാണാം. ഞാൻ പോകുന്ന വഴിക്ക് പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് വന്നിട്ട് 1-2 ഫുഡ് സ്പോട്ട് കൂടെ നമ്മൾ പോവും. എന്നിട്ട് മീനാക്ഷി അമ്മൻ കോവിൽ, അതായത് ഇവിടുത്തെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോകാനുണ്ട്. അങ്ങനെ കുറേ കാഴ്ചകൾ ഇനി കാണാനുണ്ട്. അപ്പം കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ട് നമുക്ക് പോവാം. അങ്ങനെ കുറച്ചേരം റെസ്റ്റൊക്കെ ചെയ്ത ശേഷം വീണ്ടും പുറത്തോട്ടിറങ്ങി. ഇനി നമുക്ക് 1-2 സ്ഥലങ്ങളൊക്കെ കാണാൻ പോകണം. അതിന് ശേഷമാണ് നമ്മൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിലോട്ടൊക്കെ പോകുന്നത്. ഇനിത് അവിടെ നിന്ന് നേരെ പോകുന്നത്, നേരത്തെ നമ്മൾ കയറി അതേ ഓട്ടോച്ചേട്ടൻ തന്നെയാണ്. പുള്ളി ഒരു സ്പോട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു അമ്പലമാണ്. ആ ഒരു അമ്പലം ഒരു വലിയ കുന്നിൻ്റെ, ഒരു പാറയുടെ മുകളിലായിരുന്നു. ഇപ്പോൾ പുതുതായിട്ട് ആ ഒരു അമ്പലം നിർമ്മിച്ചിട്ട് അത് താഴോട്ട് മാറ്റിയിട്ടുണ്ട്. ആ പാറയുടെ മുകളിലൊക്കെ നമുക്ക് കയറാൻ പറ്റും. അങ്ങനെ സ്റ്റെപ്പായിട്ടൊക്കെ കയറി പോകാൻ പറ്റുന്ന ഒരു സ്പോട്ടാണെന്ന് പറഞ്ഞത്. പുള്ളി അതിൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചു തന്നു. അതുപോലെ തന്നെ അതിനോട് തൊട്ടടുത്തായിട്ട് ജൈനമതമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗുഹയുണ്ട്. അവിടെ കുറേ കൊത്തിവെച്ച കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പോയിട്ട് കാണാം. എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് അറിയാമല്ലോ. ഇതൊന്നും അധികം മധുരയിൽ വരുന്ന ആരും പോവാത്ത സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ കുറച്ചുകൂടി മധുരയിൽ വരുമ്പം ഒരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുള്ളി പറഞ്ഞപ്പോൾ എന്നാ പോവാമെന്ന് പറഞ്ഞത്. ഇവിടുന്ന് ഈ ഒരു റെയിൽവേ ക്രോസൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗത്തോട്ട് പോകാൻ. ഈ റൂട്ടുണ്ടല്ലോ, ഇത് നമ്മുടെ മധുരൈ ജംഗ്ഷനിൽ നിന്ന് ഉസിലാംപെട്ടി, അതുപോലെ തന്നെ ആണ്ടിപ്പെട്ടി വഴി ബോഡിനായ്ക്കന്നൂർ, തേനി, ആ ഒരു ഭാഗത്തോട്ടൊക്കെ പോകുന്ന റെയിൽവേ ലൈനാണ് കേട്ടോ. ഇത് പുതുതായിട്ട് വന്നതാ. 2023 ഡിസംബർ ഒക്കെയാണ് ഇതിൻ്റെ പണി പൂർത്തിയായത്. അവിടെ കണ്ടോ നിങ്ങൾ, ആ ഒരു പാറയുടെ മുകളിലെങ്ങാനാണ് ഈ ഒരു ക്ഷേത്രം വരുന്നതെന്ന് തോന്നുന്നു. കാരണം ഇനി അത്ര ദൂരെ കാണിക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ ഈ പോകുന്നത് സമനാർ കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. അതായത് മധുരയ്ക്കടുത്ത്, അതായത് മധുരയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ദൂരത്തിലായിട്ട് കീലക്കുയിൽക്കുടി എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ പറയുന്ന സമനാർ കുന്ന് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നതില്ലേ, ഇത് ഇവിടെയുള്ള ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. ഈ ഒരു ക്ഷേത്രം മാത്രമല്ല, ഈ ഒരു കുന്നിൻ്റെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ജൈന മതമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗുഹ കൂടിയുണ്ട്. ഇത് ഈ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയൊരു കുളമാണ്. ഒരുപാട് താമരകളൊക്കെ ഉണ്ടാവുന്ന താമര ചെടികൾ നമുക്കിതിൽ കാണാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല, നല്ല വലുപ്പമുള്ള കുറേ മത്സ്യങ്ങളെ കാണാം. വാളയാണെന്ന് തോന്നുന്നു. നമ്മൾ ഈ പുഴയിലൊക്കെ കാണുന്ന ആറ്റുവാള പോലത്തെ എന്തോ മീനാണ്. എനിക്ക് കറക്റ്റ് അറിയില്ല. ഇനി അല്ല, നമ്മൾ കാറ്റ് ഫിഷ് എന്ന് വിളിക്കുന്നില്ലേ, അതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കറക്റ്റ് ഇത് കണ്ടാൽ അറിയുന്നവർ ഇതേതിനം മീനാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിത് വാളയാണോ അല്ലെങ്കിൽ നമ്മൾ മുഷു എന്നൊക്കെ വിളിക്കില്ലേ, അതാണോ ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ഏതാണെന്ന്. നമുക്ക് ആദ്യം ആ ഒരു ജൈന ഗുഹ കാണാൻ വേണ്ടിയിട്ട് പോവാം. മുത്തുപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 3 കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു ഗ്രാമം കിടക്കുന്നത്. ഇവിടെ കിടക്കുന്ന ഈ ഒരു പാറക്കെട്ടുകൾ മുഴുവൻ ഹിന്ദു ജൈന സ്മാരകങ്ങളുടെ ഒരു ആവാസ കേന്ദ്രമാണ് കേട്ടോ. പുരാവസ്തു വകുപ്പ് ഈ ഒരു പാറക്കെട്ടുകളെ സംരക്ഷിത സ്മാരകങ്ങളുടെ പട്ടികയിൽ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് മുകളിലോട്ട് പോകേണ്ട വഴി. ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ 9-ാം നൂറ്റാണ്ടിലും 10-ാം നൂറ്റാണ്ടിലൊക്കെ ചുമരുകളിൽ, അതായത് കല്ലുകളിൽ കൊത്തിയെടുത്ത രൂപങ്ങൾ, അതുപോലെ വട്ടെഴുത്ത് പോലെയുള്ള ആ കാലത്തെ ലിപികളിൽ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു കുന്നുകൾ അറിയപ്പെടുന്നത് സമനാർ കുന്നുകൾ എന്നാണ് എന്ന്. സമനാർ എന്ന് മാത്രമല്ല, അമനാർ കുന്ന്, മേൽമലൈ കുന്നുകൾ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഈ ഒരു കുന്നുകൾ. 9-ാം നൂറ്റാണ്ട് വരെ ഈ ഒരു പ്രദേശങ്ങളൊക്കെ ബുദ്ധമതത്തിന് നല്ല സ്വാധീനമുള്ള സ്ഥലങ്ങളായിരുന്നു പോലും. അങ്ങനെ കാഞ്ചീപുരത്ത് നിന്ന് ഒരു ബുദ്ധമത പണ്ഡിതന്മാരെയൊക്കെ പരാജയപ്പെടുത്തിയ ശേഷം ഈ പറയുന്ന സമനാർ കുന്നുകളിലൊക്കെ വന്നിട്ട് ഇവിടെ ജൈനമതത്തിന് പ്രചാരം കൊടുത്ത വ്യക്തി ജൈന പണ്ഡിതനായിരുന്ന അകലങ്ക എന്ന് പറയുന്നയാളാണ്. അദ്ദേഹമാണ് 9-ാം നൂറ്റാണ്ടിനും 10-ാം നൂറ്റാണ്ടിനും ഈ ഇടയിൽ ഈ സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുകയും ഇത്തരത്തിലുള്ള ശിലാ ചിത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്തത്. ഈ ഒരു ഗുഹയിലൊക്കെ കാണപ്പെടുന്ന ലിഖിതങ്ങളിൽ പലതും അന്നത്തെ കാലത്തെ ബുദ്ധമത ആചാര്യന്മാരെ പരാജയപ്പെടുത്തിയതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് എന്നാണ് ഇവിടെ നമ്മൾ ചോദിച്ചപ്പോൾ മനസ്സിലായത്. ഈ ഒരു കുന്നുകൾക്ക് സമീപത്തായിട്ട് ഒരു ജൈന മഠമൊക്കെ ഉണ്ട്. നമുക്ക് ഇന്ന് അവിടെ പോകാൻ സമയമല്ല എന്തായാലും.
നമുക്ക് ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ അത്യാവശ്യം ഹൈറ്റിലാണ് ഈ ഒരു പാറക്കെട്ടും ഈ ഗുഹയൊക്കെ കിടക്കുന്നത്. അവിടെ നിന്ന് നോക്കിയാൽ ഈ പറയുന്ന കീലക്കുയിൽക്കുടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ പിക്ചറും നമുക്ക് ഇവിടുന്ന് കിട്ടും. നിങ്ങളിപ്പം മധുരയിൽ വരുന്ന സമയത്ത് മധുരയോട് 10 കിലോമീറ്റർ മാത്രം മാറിക്കിടക്കുന്ന ഒരു പ്രദേശമാണിത്. ചരിത്രപരമായിട്ട് നല്ല പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ്. അത്യാവശ്യം കാണാനും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഈ പ്രദേശങ്ങൾ മുഴുവൻ. നമ്മളിപ്പോൾ വന്ന സമയം ഏകദേശം വൈകുന്നേരം ആയിട്ടില്ല, അതുകൊണ്ടാണ് അധികം ആളുകളൊന്നും ഇല്ലാത്തത്. വൈകുന്നേരങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ആളുകളൊക്കെ വരുന്ന ഒരു പ്രദേശം കൂടിയാണിത്. ഇവിടുന്ന് തന്നെ നമുക്ക് നേരെ പോയിട്ട് നേരത്തെ നമ്മൾ കണ്ട ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമില്ലേ, അതിൻ്റെ പുറകിലും നമുക്കൊരു പാറക്കെട്ടുണ്ട്, അങ്ങോട്ടൊന്ന് പോവാം. ഞാനിപ്പോൾ ഈ ഒരു പാറക്കെട്ടിൻ്റെ മുകളിലോട്ട് കയറി വന്നെയാണ്. നമുക്ക് ആ താഴെയുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രം ഇവിടുന്ന് കാണാം, ആ ഒരു കുളം കാണാം. ഇവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടോ നിങ്ങൾ, നല്ല ഭംഗിയില്ലേ? മേഘങ്ങളും ആ ഒരു ആകാശത്തിൻ്റെ ഒരു കളറും ആ ഒരു ഭംഗി നോക്കിക്കേ, എന്ത് രസമാണ് എന്ന്. അപ്പോൾ ഈ ഒരു ക്ഷേത്രം ആദ്യം ഉണ്ടായിരുന്നത് ഈ ഒരു പാറയുടെ മുകളിലായിട്ടാണ്. പിന്നീടാണ് അത് താഴോട്ട് കൊണ്ടുപോയിട്ട് നിർമ്മിച്ചത്. അതിപ്പം കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ എന്നാണ് താഴെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ വളരെ ശാന്തമായിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് ഈ ഒരു പാറയുടെ മുകളിൽ. ഇപ്പം അത്യാവശ്യം വെയിലുള്ളതുകൊണ്ടാണ് ഇനി താഴോട്ട് പോവാൻ ഞാൻ. അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇനിതാ തിരിച്ച് ഞാൻ വീണ്ടും മധുരയിലോട്ട് പോവുകയാണ്. ഇനി മധുരയിൽ എത്തിയിട്ട് നമുക്ക് കുറച്ച് ഫുഡ് ഐറ്റംസ് ഒന്ന് ട്രൈ ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മുരുകൻ ഇഡ്ഡലി ഷോപ്പിലാണ്. ഇവിടെ നമ്മൾ ഫേമസ് ആയിട്ടുള്ള പൊടി ഇഡ്ഡലി കഴിക്കാൻ വേണ്ടി വന്നതാണ്. നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ? ഞാനവിടെ ചെന്നൈയിൽ പോയ സമയത്ത് അത് ട്രൈ ചെയ്യാണെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അവിടെ നിന്ന് എനിക്ക് സമയം കിട്ടിയില്ല. ഇവിടെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ളത്. അപ്പം അത് തേടി പിടിച്ചിങ്ങോട്ട് വന്നതാണ്. നമുക്കൊന്ന് കഴിച്ചു എങ്ങനെയുണ്ട് എന്നിട്ട് പറയാൻ. ഞാൻ നല്ല ഫേമസ് ആണ്, പലരും ട്രൈ ചെയ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കഴിച്ചോ. ഇതാണ് അപ്പം നമ്മുടെ ഐറ്റം പൊടി ഇഡ്ഡലി. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിച്ചതുകൊണ്ട് ഒറ്റ ഇഡ്ഡലി മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ അവർ ഒരുപാട് ചട്നികൾ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഒന്നും രണ്ടൊന്നല്ല, ഒന്ന് സാമ്പാറാണ്, പിന്നെ 4 വെറൈറ്റി ചട്നികളുണ്ട്. ഈ കാണുന്നത് പുതിന ചട്നിയാണ്, ഇത് മല്ലിയില ചട്നി, ഇത് നമ്മുടെ ചുവന്ന ചട്നി, പിന്നെ നമ്മുടെ വെള്ള ചട്നി, പിന്നെ അതിൻ്റെ കൂടെ സാമ്പാറും. ഇത്ര ഐറ്റംസ് ഉണ്ട്. ഇതാണ് ആ ഒരു മുരുകൻ ഇഡ്ഡലിയുടെ ഷോപ്പ്. ഇവിടെയാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. പിന്നെയാണ് ചെന്നൈയിലോട്ടൊക്കെ പോയത്. മധുരയാണ് ഈ മുരുകൻ ഇഡ്ഡലിയുടെ ഫസ്റ്റ് ഷോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഇഡ്ഡലി മാത്രമല്ല, ഇതൊരു ബേക്കറി കൂടിയാണ്. ഒരുപാട് സ്വീറ്റ്സും ഒക്കെ ഇവിടെ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്, നമുക്ക് പേരറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ പോകുന്നത് തിരിച്ച് റൂമിലോട്ടാണ്. അവിടെ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് മധുര മീനാക്ഷി ക്ഷേത്രത്തിലോട്ട് പോകണം. ഞാൻ എന്തുകൊണ്ടത് അവസാനം വെച്ചതെന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ പണി നടക്കുക. ഇപ്പോൾ ഗോപുരങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, ഒക്കെ മറച്ച് വെച്ചിട്ടുണ്ട്, പച്ച ഷീറ്റ് വെച്ചിട്ട്. അപ്പോൾ നമുക്കിനി വൈകുന്നേരം ലാസ്റ്റ് അവിടെ പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ആ ഗോപുരങ്ങളൊന്നും എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ അവിടെ പണി നടക്കുക, എന്ത് ചെയ്യാനാ, നമുക്കത് പിന്നെ നോക്കാം. ഈ ഒരു ചേട്ടനാണ് ഇന്ന് നമ്മളെ എല്ലാ സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോയത്. ആൾ അടിപൊളിയാണ്, കുറേ നമ്മളെ ഹെൽപ്പൊക്കെ ചെയ്തു തരും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, പുള്ളി പൈസ കുറച്ചധികമാണ് പറയുക. പക്ഷെ നമ്മളടുത്ത് ചോദിക്കും നിങ്ങൾ എത്ര തരുമെന്ന്. അപ്പോൾ പുള്ളി പറയുന്നതിനേക്കാളും കുറച്ച് പറഞ്ഞാൽ മതി, പുള്ളി ഹാപ്പിയാണ്. അങ്ങനെ ഇതാ റൂമിലെത്തി. ഇനി ഒന്ന് കുളിക്കണം. കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് വേണം അവിടെ അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് രാത്രി ഒരു ബൺ പൊറാട്ട കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അവിടെ അമ്പലത്തിൽ പോയി വന്നിട്ട് നമുക്ക് അതൊന്ന് പോയിട്ട് ട്രൈ ചെയ്യാം. എന്നാൽ പിന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഞാനങ്ങനെ ഒന്ന് ഫ്രഷൊക്കെ ആയി പുറത്തോട്ട് ഇറങ്ങി. നമുക്കവിടെ മധുര മീനാക്ഷി ക്ഷേത്രത്തിലോട്ട് പോകുന്നതിന് മുന്നേ മറ്റൊരു ക്ഷേത്രത്തിലോട്ട് പോകാനുണ്ട്. ആ ഒരു ക്ഷേത്രമാണ് കൂടൽ അഴകർ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടെ മധുരയിലെ മഹാവിഷ്ണുവിൻ്റെ ഒരു ക്ഷേത്രമാണ് നിങ്ങൾ ഈ കാണുന്ന കൂടൽ അഴകർ ക്ഷേത്രം എന്ന് പറയുന്നത്. 4 വേദങ്ങളും തട്ടിക്കൊണ്ടുപോയ സോമുഖ എന്ന് പറയുന്ന ഒരു രാക്ഷസനെ വധിക്കാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണു കൂടൽ അഴകറായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെയാണ് ഇവിടെ ഈ ഒരു ക്ഷേത്രം ഉണ്ടാകുന്നത്. അതുപോലെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മഹാലക്ഷ്മീനെ മധുരവല്ലി എന്ന പേരിൽ ആരാധിക്കുന്ന 108 ക്ഷേത്രങ്ങളുണ്ട്. അതിലൊന്നുകൂടിയാണ് ഈ ഒരു ക്ഷേത്രം. മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠയെങ്കിലും ഇവിടെ അവർ ഈ ഒരു ദേവനെ വിളിക്കുന്നത് വിയോഗ സുന്ദര രാജൻ എന്നാണ്. വിയോഗ സുന്ദര രാജൻ എന്നുള്ള പേരിൽ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ മുകളിൽ നിങ്ങൾ ഈ കാണുന്ന ഗോപുരല്ലേ, അവിടെയാണ് ശ്രീകോവിൽ വരുന്നത്. അവിടെയാണ് മഹാവിഷ്ണു ഇരിക്കുന്നത്, താഴെ ദേവിയാണ്. അവിടെ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ കാണുന്ന പോലെ അനന്തൻ്റെ മേലെ ശയിക്കുന്ന മഹാവിഷ്ണുവാണ് അവിടെ പ്രതിഷ്ഠയായിട്ടുള്ളത്. നമ്മൾ ഈ കയറി പോകുന്നത് അതിൻ്റെ മുകൾ ഭാഗത്തോട്ടാണ്. ഈ സ്റ്റെപ്പുകൾ കയറിപ്പോയാൽ മഹാവിഷ്ണുവിൻ്റെ ശ്രീകോവിൽ വരുന്ന ആ ഒരു ഗോപുരം നമുക്ക് കാണാൻ വേണ്ടി പറ്റും.
ദ്രാവിഡ ശൈലിയിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത്. അതായത് AD 6-ാം നൂറ്റാണ്ടിനും 9-ാം നൂറ്റാണ്ടിനൊക്കെ ഇടയിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത്. കാരണം എന്താന്ന് വെച്ചാൽ ആ കാലങ്ങളിൽ വന്ന 4000 ദിവ്യ പ്രബന്ധം എന്ന് പറയുന്നത് ഒരു തമിഴ് കൃതിയാണ് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. അതിലല്ല ഈ ഒരു ക്ഷേത്രത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു മുകൾ ഭാഗത്തോട്ട് കയറി വന്ന ശേഷം ഈ ഒരു ഇരുമ്പ് സ്റ്റെപ്പുകൾ കൂടി കയറിയിട്ട് വേണം നമ്മൾ ആ ശ്രീകോവിലിന്റെ ഭാഗത്തോട്ട് എത്താൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയിൽ കൊത്തുപണികളും ആ ഒരു കളർഫുൾ ആയിട്ടുള്ള പെയിന്റിങ്ങും ഒക്കെ ഉള്ള ഒരു ക്ഷേത്രം. നമ്മൾ അങ്ങോട്ട് വന്ന ഗോപുരമാണ് നിങ്ങളെ കാണുന്നത്. ഇനി ഇത് ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ കണ്ടോ, ഇവിടെയാണ് ഈ ഒരു ശ്രീകോവിൽ വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, മഹാവിഷ്ണു അനന്തന്റെ മേലെ ശയിക്കുന്ന രീതിയിലാണ് ഇവിടെ ശ്രീകോവിലുള്ളത്. ഈ ഒരു ഭാഗത്തു നിന്നുള്ള വ്യൂ കണ്ടോ നിങ്ങൾ? ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ആ ഒരു ഇരുമ്പ് സ്റ്റെപ്പിൻ്റെ മുകളിലായിട്ടാണ്. നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ഇവിടുന്ന് കിട്ടും. മധുര മുഴുവനായിട്ട് നമുക്കിങ്ങനെ ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, മധുര മീനാക്ഷിയിൽ പോകുന്നതിൻ്റെ മുന്നേ ഇവിടെ കൂടെ വരാമെന്ന് പറയാൻ കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണത്. ആ ഒരു ക്ഷേത്രം വിജയനഗര രാജാക്കന്മാരും അതുപോലെ തന്നെ മധുര നായിക് രാജവംശത്തിൽ ഞാൻ പറഞ്ഞില്ലേ കുറേ രാജാക്കന്മാരുണ്ടായിരുന്നു, അവരുടെ കാലത്തൊക്കെ പുതുക്കി പണിതിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പഴക്കാലോചിച്ച് നോക്ക്. അപ്പം നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇനി നേരെ പോകുന്നത് മധുര മീനാക്ഷിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അമ്മേനെ കൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്ന ഏകദേശം എല്ലാ കാര്യങ്ങളും പൂർത്തിയായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ താമസിച്ച ഒരു റൂമിൻ്റെ തൊട്ടടുത്താണ് നേരത്തെ നമ്മൾ പോയൊരു ക്ഷേത്രമുള്ളത്. അവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരം മാത്രമേ നമുക്ക് മധുര മീനാക്ഷി ക്ഷേത്രത്തിലോട്ട് വരുന്നുള്ളൂ. അപ്പം ഞാൻ ഏകദേശം ക്ഷേത്രത്തിൻ്റെ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. അതാണ് ഇവിടെയൊക്കെ കുറച്ച് തിരക്കിനി കൂടി വരും. ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് എത്തുന്ന തോറും ഈ ഭാഗങ്ങളിലൊക്കെ തിരക്ക് കൂടുതലാണ്. ഈ മധുരയുടെ പ്രധാനപ്പെട്ട ടൗണ് വരുന്നതാ ഞാൻ ഈ എത്തിയ ഭാഗത്താണ്. നേരത്തെ ഞാൻ നിന്ന ഭാഗത്തേക്കാളും തിരക്ക് ഇവിടെയാണ്. ഈ ഒരു മധുര മീനാക്ഷി ക്ഷേത്രത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാലും കുറച്ച് കാര്യങ്ങൾ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു കാര്യം അറിയോ? മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ സുന്ദരേശ്വരൻ എന്നുള്ള പേരിൽ ശിവനാണ്. പക്ഷേ ശിവനേക്കാൾ പ്രാധാന്യം ഇവിടെ മധുര മീനാക്ഷി ദേവിക്കാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ഒരു ക്ഷേത്രത്തിനുണ്ട് കേട്ടോ. മീനാക്ഷി എന്ന് പറയുന്നത് മത്സ്യത്തിൻ്റെ കണ്ണോട് കൂടിയവൾ എന്നുള്ള അർത്ഥത്തിൽ നിന്നാണ് മീനാക്ഷി എന്നുള്ള പേര് വരുന്നത്. അങ്ങനെയാണ് ഈ ഒരു ക്ഷേത്രത്തിന് മധുര മീനാക്ഷി എന്നുള്ള പേര് വന്നത്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തി നമ്മൾ നോക്കുകയാണെങ്കിൽ മലയധ്വജ പാണ്ഡ്യ എന്ന് പറയുന്ന ഒരു രാജാവും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന കാഞ്ചനമാലയും അവർക്ക് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു യജ്ഞം നടത്തി. പക്ഷേ ആ ഒരു യജ്ഞം നടത്തിയ സമയത്ത് അഗ്നിയിൽ നിന്ന് 3 വയസ്സുള്ളതും 3 സ്തനങ്ങളോട് കൂടിയതുമായിട്ടുള്ള ഒരു പെൺകുട്ടി ഉയർന്നു വന്നു. അങ്ങനെ ആ സമയത്ത് പ്രത്യക്ഷപ്പെട്ട പരമശിവൻ അവരോട് ആ കുട്ടിയെ ഒരു മകനെ പോലെ പരിപാലിക്കണം എന്നും പറഞ്ഞിട്ട് അവരേൽപ്പിച്ചു. പ്രത്യേകം ശ്രദ്ധിക്കണം, മകളെപ്പോലെ പരിപാലിക്കാനല്ല പറഞ്ഞത്, മകനെ പോലെ പരിപാലിക്കണം. പിന്നീട് കാലങ്ങൾ കഴിയുമ്പോൾ ആ കുട്ടി തനിക്ക് പറ്റിയൊരു ഭർത്താവിനെ കണ്ടെത്തുന്ന സമയത്ത് ആ കുട്ടിയുടെ 3ാമത്തെ സ്ഥാനം ഇല്ലാണ്ടാവുന്നു പരമശിവൻ അവരോട് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി വളർന്നു. രാജാവ് ആ പെൺകുട്ടീനെ തൻ്റെ മകനെ പോലെ കണ്ട് തൻ്റെ പിന്തുടർച്ച അവകാശിയായിട്ട് രാജാവായിട്ട് വാഴിച്ചു. അവിടുന്ന് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി പരമശിവനെ കാണുന്ന സമയത്ത് മധുര മീനാക്ഷി ദേവിയുടെ യഥാർത്ഥ രൂപം സ്വീകരിച്ചു എന്നും അവർ വിവാഹിതരായി എന്നുമാണ് നമ്മൾ പുരാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക. അതുപോലെ തന്നെ മധുര മീനാക്ഷി ദേവിയുടെ സഹോദരനായിട്ട് മഹാവിഷ്ണുവിനെയും കണക്കാക്കുന്നുണ്ട്. അതായത് ശൈവ വൈഷ്ണവ ശാക്തേയ സമ്പ്രദായങ്ങളെ ഒറ്റ കൊടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു ഉത്തമ സ്ഥാനം കൂടിയാണ് ഈ ഒരു മധുര മീനാക്ഷി ക്ഷേത്രം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിന് ശേഷം 1-ാം നൂറ്റാണ്ട് മുതൽ 4-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൻ്റെ ഇടയിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. എന്നാൽ ചില ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ഒരു ക്ഷേത്രം 6-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെയാണ് മധുരയിൽ നിർമ്മിക്കപ്പെട്ടതെന്നും പറയുന്നുണ്ട്. എന്ത് തന്നെയായാലും 6-ാം നൂറ്റാണ്ടിൻ്റെ മുന്നേ ആണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചതെന്നുള്ളതിൽ ആർക്കും ഒരു തർക്കവുമില്ല. നിങ്ങളത് കണ്ടോ? സന്ധ്യാസമയത്ത് ദേവീനെ രഥത്തിലിരുത്തിയിട്ട് കൊണ്ടുപോകുന്നൊരു കാഴ്ചയാണ് കേട്ടോ അത്. പിന്നീട് 14-ാം നൂറ്റാണ്ടിൽ ഡൽഹി സുൽത്താനേറ്റിന്റെ ആക്രമണത്തിൽ ഈ ഒരു ക്ഷേത്രത്തിന് കാര്യമായ കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു ക്ഷേത്രം പുനർനിർമ്മിക്കുന്നത് നായക് രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്ന വിശ്വനാഥ നായകിന്റെ കാലഘട്ടത്തിലാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുന്നത് ഏപ്രിൽ മാസത്തിൽ ചിത്തിര നാളിൽ നടക്കുന്ന തിരുകല്യാണാണ്. അന്നാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായിട്ട് അത് ആഘോഷിക്കുന്നത്. നമുക്കിവിടെ ക്ഷേത്രത്തിനകത്തോട്ട് മൊബൈൽ ഫോൺ പോലെയുള്ള ഒരു സാധനങ്ങളും കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ചൊക്കെ വന്നു. അങ്ങനെ ഞാൻ ഈ ഒരു മധുര കാഴ്ചകളുടെ വീഡിയോ ഇവിടെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ഈ ഒരു നടയിൽ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻ്റായിട്ട് പറയണം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക.
അപ്പം നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.